PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് രണ്ടാം കൃതിയിലെ സമവാക്യങ്ങൾ. രണ്ടാം കൃതിയിലെ സമവാക്യങ്ങൾ നമുക്ക് കുറച്ച് സമവാക്യം പഠിക്കാനുണ്ട്. നമ്മൾ മുൻപ് പഠിച്ച എല്ലാ ഇക്വേഷൻസും നമ്മളൊന്ന് ഓർക്കണം കേട്ടോ. അത് വെച്ച് നമുക്ക് ഒരു ഇക്വേഷൻ ഇതിലുള്ളൂ പുതിയതായിട്ട് പഠിക്കാൻ. അതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ പാഠത്തിലും നമുക്ക് എന്തിലേക്ക് ഈ ഫോർമുലയിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് നല്ല എളുപ്പമുള്ള പാഠാണ് എന്ന് വെച്ചാൽ കുറെ കൂടുതൽ അതിൽ ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമുക്ക് തുടക്കം ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഓർഡിനറി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഈച്ച് സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഇൻക്രീസ് ബൈ 1 മീറ്റർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് എക്സും വൈ ഇട്ട് കൊടുത്തില്ലേ? നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം ഒക്കെ നമ്മൾ പഠിച്ചതാണ് വാരിയബിൾസ് ഇട്ട് കൊടുത്തിട്ട് കാണാനായിട്ട്. അതിന്റെ തന്നെ ഒരു ഫൈനൽ വേർഷൻ ആണ് നമുക്ക് ഈ കൊല്ലം പഠിക്കാനുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് തുടങ്ങുന്നത് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. പേജ് നമ്പർ 79 ചാപ്റ്റർ എഴുതാൻ എല്ലാവരും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഞാൻ പറഞ്ഞ എപ്പോഴും മാത്സ് നമ്മൾ ഒരു പേജ് നിങ്ങളൊന്ന് വിടാം. കുറച്ച് നമുക്ക് ഫോർമുലാസ് വരുന്നതെല്ലാം ഒന്ന് എഴുതി വെക്കാം. ഒരു പാഠത്തിൽ നിന്ന് വരുന്ന ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർഡറിൽ എഴുതി വെച്ചാൽ നമുക്ക് ആ പാഠം എടുക്കുമ്പോൾ തന്നെ എക്സാം ടൈമിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം. when each side of the square is increased by 1 meter, the perimeter becomes 36. What is the length of the side of the original square? മലയാളം മീഡിയത്തിന്റെ ചോദ്യം. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ കൂട്ടി വലുതാക്കിയപ്പോൾ, സാധാരണ ഒരു സമചതുരം അത് 1 മീറ്റർ കൂടി കൂട്ടിയിട്ട് സൈഡ്സ് ഒക്കെ വലുതാക്കിയപ്പോ അതിന്റെ ചുറ്റളവ് കേട്ടോ, ആ വലുതാക്കിയതിന്റെ ചുറ്റളവാണ് 36 എങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും എന്ന് കിട്ടിയോ? അപ്പോ നമ്മളിവിടെ എന്താണ് ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത്? ചോദ്യത്തിൽ നമ്മൾ ഇക്വേഷൻ എഴുതി ഉണ്ടാക്കണം. നമ്മളോട് പറയാണ് ഒരു സ്ക്വയർ, ആ സ്ക്വയറിനെ നമുക്കൊരു സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് ആ സ്ക്വയറിനെ നമ്മളൊന്ന് വലുതാക്കി വേറൊരു സ്ക്വയർ നമ്മളോട് വരയ്ക്കാൻ പറയാണ്. എന്താ ചെയ്തേക്കുന്നത്? ഈ സ്ക്വയറിന്റെ ഇതിന്റെ വശം അവിടെ നിന്ന് എന്താണ് ഇപ്പത്തേക്കും കുറച്ച് നീട്ടി, ഇപ്പത്തേക്കും കുറച്ച് നീട്ടി. അപ്പൊ ആ വശം എന്തായി? when each side of the square is increased by 1 meter, ഇതെന്തായി? 1 മീറ്ററും കൂടി കൂടി. 1 മീറ്ററും കൂടി ഇത് കൂടി എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 1/2 മീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 1/2 മീറ്റർ. അങ്ങനെ ഈ വശത്തിന്റെ കൂടെ ഇതെന്താണ് 1 മീറ്റർ കൂടി അല്ലെ? ചെറിയ സമചതുരത്തിനേക്കാൾ വലിയ സമചതുരത്തിന് വന്നപ്പോ അതിന്റെ സൈഡ് 1 മീറ്റർ കൂടി. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ എക്സ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലത്തില് ഫൈനൽ ലൈൻ നോക്കുക. എന്താ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അതിന് നമ്മൾ എക്സ് കൊടുക്കുക. അതാണ് ബെറ്റർ കേട്ടോ. നമുക്ക് വാരിയബിൾസ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ സാധാരണ നമ്മൾ എക്സ് അല്ലെങ്കിൽ വൈ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാരിയബിൾ കൊടുക്കുക. പക്ഷെ നമ്മൾ ഒരെണ്ണ വാരിയബിൾ ഉള്ളെങ്കിൽ നമ്മൾ ആദ്യത്തെ എന്തായാലും നമ്മൾ എക്സ് ആണ് ഇട്ട് കൊടുക്കാം. അപ്പൊ when each side of the square is increased by 1 meter, 1 മീറ്റർ വെച്ച് കൂട്ടിയാൽ ഓരോ സൈഡും, ഈ സൈഡ് ആദ്യം ഒരു സ്ക്വയർ വെച്ചു, എന്നിട്ട് അതിന് വേറൊരു സ്ക്വയർ വെച്ചപ്പോ ഇതിനേക്കാൾ 1 മീറ്റർ കൂടുതൽ അല്ലേ? ഇതിനേക്കാൾ 1 മീറ്റർ ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? when each side of the square is increased by 1 meter, 1 മീറ്റർ കൂടിയപ്പോ നമ്മൾ എന്താ കണ്ടത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? ഏതാ ഒറിജിനൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഈച്ച് സൈഡ് നമ്മുടെ മലയാളത്തിന്റെ ചോദ്യത്തിൽ നിങ്ങൾ നോക്കാം. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ ആണ് കൂട്ടിയത്. എന്നിട്ട് വലുതാക്കിയപ്പോൾ വലുതാക്കിയപ്പോഴാണ് ചുറ്റളവ് 36 എങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ ഈ നമ്മളോട് ചോദ്യം ആദ്യത്തെ സമചതുരത്തിന്റെ ഫൈനൽ ലൈൻ നോക്കാട്ടോ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം അല്ലെ? ഇതിന് നമ്മൾ എക്സ് കൊടുക്കുമ്പോ ഇവിടെ നമ്മൾ ഇത് എക്സ് കൊടുത്താൽ ഈ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? എക്സ് പ്ലസ് 1 ആണ് അല്ലെ? Each side of the square is increased by 1 meter. The perimeter is എത്രയാണ്? 36 ആണ്. അപ്പൊ പെരിമീറ്റർ എത്രയാണ് വരുന്നത്? 36. ഇതിന്റെ പെരിമീറ്റർ 36. എന്താണ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല? അത് നമ്മൾ എഴുതണം കേട്ടോ. എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? ചുറ്റളവ്.
ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം വരാൻ വേണ്ടി കാര്യം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. അപ്പൊ ഇതൊരു സമചതുരത്തിന്റെ ഒരു വശം a ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4a ആണ് അല്ലെ. സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a ആണ്. ആ 4a എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ഇറ്റ്സ് 36. അത് എത്രയാണ് തന്നാണ്? 36 തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ ഒരു വശം a ആണെങ്കിൽ 4a 36 ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് a കണ്ടുപിടിക്കാം. a കണ്ടുപിടിച്ചൂടെ? 4a എന്ന് പറഞ്ഞാൽ 36 ആണ്. സോ a is equal to 36 ബൈ ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഡിവിഷൻ ആയി. അപ്പൊ എത്ര കിട്ടി? 9 കിട്ടി. ഇതാണ് സമചതുരത്തിന്റെ വശം. ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? അപ്പൊ ഒറിജിനലിന്റെ എത്രയായിരിക്കുമെന്ന് നോക്കാം. ഇതിനാണ് നമ്മൾ എക്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കാം. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈച്ച് സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഇൻക്രീസ്. ഒരു സ്ക്വയർ തന്നിട്ട് അതിന്റെ ഓരോ വശം ഓരോ മീറ്റർ. അപ്പൊ ഒറിജിനൽ സ്ക്വയർ ഇതല്ലേ അല്ലെ? ഇതിന്റെ അളവ് എത്രയായിരിക്കും? നമുക്ക് ഈ ഒരു സമചതുരം തന്നിട്ട് എന്നിട്ട് നമ്മളോട് പറഞ്ഞു അടുത്തത് അതിന്റെ ഓരോ വശവും ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? എക്സ് പ്ലസ് 1 ആണ് അല്ലെ. ഈ എക്സ് പ്ലസ് 1 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 9. എക്സ് പ്ലസ് 1 ആണ് 9. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ? ഈ a എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് 9 എന്ന് കിട്ടിയത്. അപ്പൊ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 1 അങ്ങോട്ട് കൊണ്ടുപോകും, മൈനസ് ആയി. അപ്പൊ എക്സ് എത്ര കിട്ടി? 8. അപ്പൊ ചെറിയ സമചതുരത്തിന്റെ വശം എത്ര കിട്ടി? ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയറിന്റെ എത്രയാ? 8 ആണ്. എളുപ്പല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്. ഒരു ചെറിയ സ്ക്വയർ തന്നു, എന്നിട്ട് നമ്മളോട് ഒരു വലിയ സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. എന്നാൽ ഈ സ്ക്വയറിന്റെ ഈ സൈഡിനേക്കാൾ 1 മീറ്റർ കൂടുതൽ. അപ്പൊ ഇത് നമ്മൾ എക്സ് കൊടുത്താൽ ഇത് എക്സ് പ്ലസ് 1. എന്നിട്ട് ഈ ഫിഗറിനാണ് ഈ എക്സ് പ്ലസ് 1 എത്രയാണ്? 36 ആണ്. പെരിമീറ്റർ കേട്ടോ. പെരിമീറ്റർ കാണാനുള്ള വാക്യം എല്ലാവരും എഴുതി വെക്കാം കേട്ടോ. സമചതുരത്തിന്റെ വശം a ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് ചുറ്റളവ് ഈസ് ഈക്വൽ ടു 4a ആണ്. 4a എന്ന് പറഞ്ഞാൽ 36. അപ്പൊ ഇതിന് നമുക്ക് a കിട്ടി 9. അപ്പൊ ഈ വലിയ സമചതുരത്തിന്റെ സൈഡ് 9 ആണ്. ഇത് 9 ആണെങ്കിൽ ഒറിജിനൽ 1 ആദ്യം നമ്മുടെ കയ്യിലുണ്ടായ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും? ഇതിനേക്കാൾ 1 കുറവല്ലേ? എക്സ് പ്ലസ് 1 ആണ് 9. സോ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എക്സ് ആണ്. ഈ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 9. ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്? ഈ 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 9 മൈനസ് 1 അങ്ങനെയാണ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. മനസ്സിലായില്ലേ എല്ലാവർക്കും? അടുത്ത കണക്ക് അടുത്തത് രണ്ടാമത്തെ ഒരു പ്രോബ്ലം നോക്കാം. When each side when each side of the square is increased by 1 meter, the area becomes 36. What is the length of the original square? ഇതിൽ നമ്മളോട് ചോദിക്കുകയാണ്. Suppose we change the question like this. ഇതുപോലെ നമ്മളൊന്ന് മാറ്റാം. എങ്ങനെ? ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ കൂട്ടി വലുതാക്കിയപ്പോൾ പരപ്പളവ് 36 കിട്ടി. എങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു വശത്തിന്റെ നീളം കാണണം. എങ്ങനെയാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളോട് അടുത്തൊരു പ്രോബ്ലം ആണ് പറഞ്ഞിരിക്കുന്നത്. എ ബോക്സ് ഈസ് ടു ബി മെയ്ഡ്. A box is to be made by cutting of the small square from each of the രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. A box is to be made by cutting of small square from each corner of the square of the thick paper. ഒരു പേപ്പർ ഇങ്ങ് എടുക്കാൻ, അത് സ്ക്വയർ ആണ് കേട്ടോ, സമചതുരമാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് corner of the square of the thick paper and bending upward. The height of the box is 5 centimeter and the volume is half liter. ചോദ്യം കിട്ടിയോ? നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സമചതുരാകൃതിയിലുള്ള കട്ടിക്കടലാസിന്റെ 4 മൂലകളിൽ നിന്നും ഓരോ ചെറിയ സമചതുരം മുറിച്ചു മാറ്റുക. നമുക്കിവിടെ പടത്തിൽ അവർ തന്നിട്ടുണ്ട് ശരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സമചതുരം, ഇവിടുന്ന് ഇങ്ങനെ ഒരു സമചതുരം, ഇവിടെയും ഒരു സമചതുരം, ഇവിടെയും ഒരു സമചതുരം. എന്നിട്ട് ഇതാണ് ഇതിന്റെ ബേസ് ഉണ്ടാവുക. ഈ 4 കഷ്ണങ്ങൾ അത് മുറിച്ചു മാറ്റാൻ ഇമാജിൻ ചെയ്തൂടെ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് ഈ വശം ഉണ്ടല്ലോ,
ഈ വശം ഇത് പോയി, ഇതും കളഞ്ഞു, ഇതും കളഞ്ഞു, ഇതും കളഞ്ഞു, ഇതും കളഞ്ഞു, 4 വെട്ടിക്കളയാം. എന്നിട്ട് ഈ വശത്തിനെ പൊക്കി ഇങ്ങോട്ട് വെച്ചു, ഇതിനെ ഇങ്ങനെ പൊക്കി വെച്ചു, ഇത് ഇങ്ങോട്ട് പൊക്കി വെച്ചു, ഇത് ഇങ്ങോട്ട് പൊക്കി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പെട്ടി കിട്ടി അല്ലേ? ഒരു പെട്ടി ഉണ്ടാക്കാൻ പറ്റും. ആ പെട്ടിയുടെ ഹൈറ്റ് ഏതായിരിക്കും? ഇതിന്റെ ഈ വശമാണ് പൊന്തിക്കുന്നത്. അപ്പൊ ഈ കഷ്ണമാണ് ഇതിന്റെ ഹൈറ്റ്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഉയരം 5 സെന്റിമീറ്ററും അതിന്റെ ഉള്ളളവ് ലിറ്ററിലാണ്, 1/2 ലിറ്റർ ആണ്. കിട്ടിയോ? ഇതിന്റെ ഉള്ളളവ് എന്ന് പറഞ്ഞാൽ വോളിയം ആണ് കേട്ടോ. ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട്. ഈ വശം 5 സെന്റിമീറ്ററും ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 1/2 ലിറ്റർ ആണ്. വോളിയം 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിനെ നമ്മൾ ആദ്യം തന്നെ വോളിയം ലിറ്ററിൽ വന്നാൽ അതിന് എന്തായാലും ക്യൂബിക് സെന്റിമീറ്റർ ആക്കണം. ഇവിടെ 1/2 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇൻറ്റു 1000. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 1/2 ഇൻറ്റു 1000 അല്ലെ? 1000 കൊണ്ട് ഇൻറ്റു കഴിഞ്ഞാൽ ലിറ്റർ കിട്ടണമെങ്കിൽ എന്താണ്? 500 സെന്റിമീറ്റർ ക്യൂബ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചോദ്യം എന്താണ്? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഷീറ്റ്? വി സ്റ്റാർട്ട് വിത്ത് കേട്ടോ. നമ്മള് ആദ്യം എടുക്കേണ്ട സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ സമചതുരത്തിന്റെ നീളം. അതാണ് നമ്മളോട് ചോദ്യം. അപ്പൊ നമ്മള് ചോദ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എക്സ് ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം തന്നെ നോക്കാം. ഇതാണ് പെട്ടിയുടെ ബേസ് അല്ലെ? ഈ ബേസിനെ ഈ വശങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ പെട്ടി. അപ്പൊ ഈ പെട്ടിയുടെ ബേസ് വോളിയം കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അതിന് ഇവിടെ L ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇത് സമചതുരമാണ്. അപ്പൊ സമചതുരത്തിന്റെ ഏരിയ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. വോളിയം കാണാൻ വ്യാപ്തം കാണാനുള്ള ഫോർമുലയാണ് എന്താ? പാദ പരപ്പളവ് ഇൻറ്റു ഉയരം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ ബേസ് റെക്ടാങ്കിൾ അല്ല, സ്ക്വയർ ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? A സ്ക്വയർ ഇൻറ്റു എച്ച്. ഇതാണ് എത്ര കിട്ടുന്നത്? ഈ 500 സെന്റിമീറ്റർ ക്യൂബ് അല്ലെ? A സ്ക്വയർ എച്ച് കിട്ടിയില്ല. ഫോർമുല കേട്ടോ. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? വോളിയം കാണാനുള്ള ശരിക്കുള്ള ഫോർമുല L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ പാദ പരപ്പളവ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ A സ്ക്വയർ ആണ്. കാരണം ഇത് സമചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് A സ്ക്വയർ എച്ച് ആണ്. അപ്പൊ A സ്ക്വയർ ഇൻറ്റു എച്ച് 500 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഈ പെട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടില്ലേ? അപ്പൊ A സ്ക്വയർ ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 500 ആണെങ്കിൽ A സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാ? ഈ 500 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 100. അങ്ങനെയാണെങ്കിൽ A എത്രയായിരിക്കും? A സ്ക്വയർ 100 ആണെങ്കിൽ A എത്രയാ? A സ്ക്വയർ 100. അപ്പൊ A എത്രയായിരിക്കും? √100. 100ന്റെ റൂട്ട് എത്രയാ? 10. A കിട്ടി, നമുക്ക് 10 കിട്ടി. കിട്ടിയോ? മനസ്സിലായോ? ഇവിടെ എന്താ നമുക്ക് പറഞ്ഞേക്കണം നോക്കാം. ഈ സമചതുരമാണ്, ഇതൊരു സമചതുരമാണ് പറഞ്ഞിട്ടുണ്ട്. ഈ സമചതുരത്തിന്റെ ഇവിടെ ഒരു സ്ക്വയർ, എല്ലാം സെയിം അളവ്. അത് എത്രയാന്ന് പറഞ്ഞിട്ടുള്ളത്? 5 ആണ്. ഇവിടെ നിന്ന് ഇവിടെ 5, ഇവിടെ നിന്ന് ഇവിടെ 5 അല്ലെ? ഇവിടെ 5 ആണ്, ഇവിടെ 5, ഇവിടെ 5, ഇതെല്ലാം 5 ആണ്. ഈ 5 എന്നുള്ള വശം ഇതാണ് മുറിച്ച് മാറ്റിയേക്കുന്നത്. അപ്പൊ ഇവിടെ 5 അല്ലേ? ഈ പെട്ടിയുടെ ഹൈറ്റ് ഇങ്ങനെ വരുമ്പോ ഇത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇത് 5 സെന്റിമീറ്റർ. ഈ പെട്ടിയിലെ നമ്മൾക്ക് തന്നിരിക്കുന്നത് വോളിയം എന്ന് പറഞ്ഞാൽ ലിറ്ററിലാണ് തന്നേക്കണേ. ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ. ലിറ്ററിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിറ്ററിനെ നമ്മൾ എന്താക്കണം? ക്യൂബിക് സെന്റിമീറ്റർ ആക്കി. ക്യൂബിക് സെന്റിമീറ്റർ ആക്കണത് ലിറ്ററിനെ ചെയ്തു ഇൻറ്റു 1000. 1/2 ഇൻറ്റു 1000 നമുക്ക് ചെയ്തു. അപ്പൊ 500 സെന്റിമീറ്റർ ക്യൂബ്ഡ് ആണ് ഇതിന്റെ വോളിയം. അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. 1/2 ലിറ്റർ എന്നുള്ളത് ലിറ്ററിനെ നമ്മൾ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്തു. അപ്പൊ 500 സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടി. ഇനി വോളിയം കാണാനുള്ള ഫോർമുല നമുക്ക് ഇതിവിടെ ആവശ്യമില്ല കേട്ടോ. വോളിയം കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയത്. L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇത് L ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ആണ്, പാദ പരപ്പളവാണ്. പാദ പരപ്പളവ് ഇൻറ്റു ഉയരം. മനസ്സിലായില്ലേ? ഇനി പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ L ഇൻറ്റു ബി അല്ല,
സമചതുരമാണ്, രണ്ട് വശം തുല്യാണ്. അപ്പൊ എ ഇൻറ്റു എ സ്ക്വയർ ആണ്. സമചതുരത്തിന്റെ പാദ പരപ്പളവ് ഇക്വേഷൻസ് വരുന്നതെല്ലാം എഴുതി വെക്കുക കേട്ടോ. സമചതുരത്തിന്റെ പാദ പരപ്പളവ് ബേസ് ഏരിയ ഓഫ് ദ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ. സോ വോളിയം എത്രയാണ്? എ സ്ക്വയർ എച്ച് ആണ്. അതിൽ നമുക്ക് എച്ച് തന്നിട്ടുണ്ട്. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു 500 ആണെങ്കിൽ എ ഈക്വൽ ടു നമുക്ക് കിട്ടി എത്രയാണ്? 10 കിട്ടി. അത്രയും കിട്ടി. പക്ഷെ നമ്മുടെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ചോദ്യത്തിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? What should be the length of the side of the square sheet we started with? നമ്മൾ ആദ്യം എടുത്ത ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയാണെന്ന് എന്ന് പറഞ്ഞാൽ ഈ വലിയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം അല്ലേ? അപ്പൊ നമ്മളിപ്പോ എക്സ് കൊടുത്തത് ഏതാ? നമ്മൾ വെട്ടിക്കളഞ്ഞതാണ് കാണിച്ചത് കേട്ടോ. എക്സ് അല്ല, ഇത് നമ്മൾ ഈ 4 ചതുരങ്ങൾ വെട്ടിക്കളഞ്ഞു. നമ്മൾ എക്സ് കൊടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിനാണ് നമ്മൾ എക്സ് കൊടുത്തത് അല്ലേ? ഈ വശം എത്ര കിട്ടി? ഇത് 5 ആണ്. അപ്പൊ ഈ പെട്ടിയിലെ ഈ ഒരു വശമാണ് നമുക്കിപ്പോ കിട്ടിയത് എക്സ്. അത് 10 കിട്ടി. ഇത് 10 കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങടല്ലേ 10. നമ്മുടെ ഒറിജിനൽ കടലാസിന്റെ അളവ് എത്രയായിരിക്കും? നമ്മൾ എടുത്ത ഈ കടലാസിന്റെ അളവ് എത്രയാണെന്ന് കാണണമെങ്കിൽ ഇവിടെ എക്സ് കിട്ടി. നമുക്കിപ്പോ 10 പ്ലസ് 5 പ്ലസ് 5 5 പ്ലസ് 5 10. അപ്പോ ഈ ഒറിജിനൽ ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും? 10 പ്ലസ് 5 പ്ലസ് 5. അപ്പൊ എത്ര കിട്ടി? 20. അപ്പൊ ഈ ഫുൾ സൈഡ് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? ഇത് 20. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ചെറിയ സമചതുരത്തിന്റെ ആദ്യം കണ്ടു. കാരണം ഇതാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത് അല്ലെ? ഈ സമചതുരത്തിന് ഇവിടുന്ന് 4 മൂലയിൽ നിന്ന് ഒരേ കഷ്ണം വെട്ടിക്കളഞ്ഞ് അതൊരു പെട്ടി പോലെയായിരിക്കും. ആ പെട്ടിയുടെ വോളിയമാണ് നമ്മൾ തന്നത്. അപ്പൊ അതിന്റെ സൈഡാണ് കണ്ടത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ സൈഡ് കേട്ടോ. ഇതാണ് ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളതാണ് എക്സ്. അത് 10 ആണെങ്കിൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 പ്ലസ് 5 പ്ലസ് 5 അങ്ങനെയാണ് നമുക്ക് 20 സെന്റിമീറ്റർ എന്ന് ഈ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് കിട്ടി. ഇനി ഈ കണക്ക് തന്നെ നമുക്ക് ആൾജിബ്രിക് ഫോമിലേക്ക് നമുക്കൊന്ന് എഴുതണം. ആൾജിബ്രിക് ഫോമിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ഇപ്പൊ നമ്പർ ഇട്ട് ചെയ്തു അല്ലെ? അത് ആൾജിബ്രിക് ഫോമിലേക്ക് എഴുതാനായിട്ട് എല്ലാവരും ചെയ്തു നോക്കാം. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആൾജിബ്രിക് ഫോം എങ്ങനെയാണ് ഇവിടെ ആൾജിബ്രിക് ഫോം തുടങ്ങണേ എന്ന് നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് അതിന്റെ ആൾജിബ്രിക് ഫോം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ.